ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് 6th ഓഫ് മാർച്ചാണ് ഡേറ്റ്. ഇന്നലെ ഞാൻ എടുത്ത ട്രേഡ് കോൾ സൈഡ് ആയിരുന്നു. കോൾ സൈഡ് മോർണിംഗിൽ തന്നെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെക്കൻഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് കോൾ സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു 60 പോയിൻറ്റ്സും കൂടെ അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഒരു പോളിസി വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു റൂള് വെച്ചിട്ട് ഏകദേശം 1:2 ഒരു 100 പോയിൻറ്റ്സിൻ്റെ മേലെയും ക്യാപ്ചർ ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ കൂടെ അച്ചീവ് ആ ഒരു ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. 100 പോയിൻറ്റും അച്ചീവായി, പിന്നെ ഒരു 1:2 ഒക്കെ അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് ബൗൺസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ആ ഒരു ട്രേഡ് ആക്ച്വലി ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ട്രേഡായിരുന്നു. ഇങ്ങനെ പ്രോഫിറ്റബിളായിട്ട് പോയ ട്രേഡ് ഞാൻ ഒരിക്കലും പിന്നെ ലോസിൽ ക്ലോസ് ചെയ്യത്തില്ല. അത് കോസ്റ്റ് ആയിരിക്കും മിനിമം ഞാനത് ക്ലോസ് ചെയ്യുന്നത്. അപ്പം എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ടച്ച് ചെയ്തപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ സ്റ്റോപ്പ് ലോസ് മീൻസ് കോസ്റ്റ് വെച്ചത് ഞാൻ മോഡിഫൈ ചെയ്ത് വെക്കും. ഏകദേശം നല്ലൊരു ലെവലിൽ നമ്മൾ എടുത്ത ട്രേഡ് നല്ലൊരു ലെവലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനത് വെക്കുന്നത് കോസ്റ്റാണ്. അപ്പോൾ ആ കോസ്റ്റ് ഇവിടെ ഹിറ്റായി. പിന്നെ മാർക്കറ്റ് അധികം പോയിട്ടില്ല. പിന്നെ മൊത്തം സൈഡ് വേസ് ആയിരുന്നു. ഈ മാർച്ച് മന്ത് സ്റ്റാർട്ടിങ് മുതലേ ഒരു സൈഡ് വേസ് ടൈപ്പാണ്. മോർണിംഗിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റം തരും, പിന്നീട് അങ്ങോട്ട് സൈഡ് വേസ്. ഈ ഒരു 3 ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ 4th അന്നും ഞാൻ എൻട്രി എടുത്ത ശേഷം മാർക്കറ്റ് മൊത്തം സൈഡ് വേസ്. ഞാൻ എൻട്രി എടുത്ത ശേഷമാണ് സൈഡ് വേസ് ആവുന്നത് അധികവും. പിന്നെ ഇവിടെ അതുപോലെ സൈഡ് വേസ്. ഈ ഒരു 3 ദിവസം കണ്ടിന്യൂസ് സൈഡ് വേസ് മാർക്കറ്റാണ്. നമുക്കിപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു. ജസ്റ്റ് ഇവിടെ ഫസ്റ്റ് ഡേ തന്നെ മൺഡേ തന്നെ എനിക്കിവിടെ എനിക്കറിയാം ഇവിടെ സെല്ലേഴ്സ് ഏരിയ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ ഫിബോ വെച്ച് നോക്കുമ്പോൾ 50% ഏരിയ ആണ്, ഇവിടെ സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി എനിക്ക് ബുക്ക് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെയും ആ ഒരു സെല്ലിങ് ഏരിയ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ കോസ്റ്റ് ഇറങ്ങാമായിരുന്നു. ഇവിടെ 100 പോയിൻറ്റ് ലോസ് ആക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും റീസണബിൾ ആയിട്ടുള്ളൊരു ലോജിക് വൈസ് ഒരു ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് തരുന്ന ഒരു ഏരിയ ആണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു മിനിമം ഒരു 50 പോയിൻ്റെങ്കിലും ബുക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനൊരു പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമായിരുന്നെങ്കിൽ ഈ 3 ദിവസവും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു. ഒരു 100 പോയിൻ്റ് വെച്ചിട്ടൊക്കെ എനിക്ക് മിനിമം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എനിക്ക് സേഫായിട്ട് പോകാം. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. ഒന്നെങ്കിൽ 200 പോയിൻ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ 150 പോയിൻ്റ് പ്രോഫിറ്റ്. അതായത് ഫസ്റ്റത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് എൻട്രി ടാർഗറ്റ് കിട്ടുന്ന ആ ഒരു കേസ്. പിന്നെ വരുന്നത് 50 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. പിന്നെ വരുന്നത് 100 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. പിന്നെ ഒന്ന് കോസ്റ്റ് 0. അപ്പോൾ ഇത്രയും കേസസ് മാത്രമേ ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഉണ്ടാവത്തുള്ളൂ. അതിൽ അപ്പുറം എൻ്റെ ഒരു ഇതിൽ ചിലപ്പോൾ 100 പോയിൻറ്റും കിട്ടിയെന്ന് വരാം. ഇൻ കേസ് ചില സമയത്ത് 100 പോയിൻറ്റും കിട്ടിയെന്ന് വരാം. ഞാൻ ആദ്യം 100 പോയിൻറ്റിൻ്റെ കേസ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല, കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും കേസസ് മാത്രമേ ഞാൻ ചെയ്യുന്ന സെറ്റപ്പിൽ, ഞാൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ എനിക്ക് കിട്ടാൻ ചാൻസസ് ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്. പ്രോഫിറ്റിനേക്കാൾ ഞാൻ പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മന്ത് എൻഡിലും എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രസ്സ്, നമ്മൾ ആ ഒരു സെറ്റപ്പ് നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ് തന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മന്ത്സിന് മേലെയായി. റിയൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മന്ത്സ് ആവുന്നു. ഓക്കെ, 6 മന്ത്സിൻ്റെ ബാക്ക് ടെസ്റ്റഡ് ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ
റിയലായിട്ട് 3 മന്ത്സ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 2 ഡേയ്സൊക്കെ ലോസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ വീക്കിലി ഒരു കോസ്റ്റോ അല്ലെങ്കിൽ -100 പോയിൻ്റൊക്കെ ലോസിൽ ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസൊക്കെ നമ്മൾ മുൻകൂട്ടി നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് വെറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഫോളോ ദ പ്രോസസ്സ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാനിനെ പറ്റി പറയാം. ഇന്നത്തെ പ്ലാന് കൂടുതലും ഞാൻ ബൈയിങ് സൈഡാണ് നോക്കുന്നത്. ഫ്ലാറ്റിൽ ബൈയിങ് ആണ് നോക്കുന്നത്. ഗ്യാപ്പ് അപ്പിലും ബൈയിങ് ആണ് നോക്കുന്നത്. ഇന്നലെ പറഞ്ഞ സെയിം പ്ലാൻ തന്നെയാണ്. ഈ ഗ്യാപ്പ് ഡൗണിൽ ബൈയിങ് ആണ് മെയിൻ നോക്കുക. ചില സമയത്ത് സെല്ലിങ്ങിന് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടണമെങ്കിൽ സെല്ലിങ് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ സൈഡ് വൈസ് ആകുമ്പോൾ എനിക്ക് വീഡിയോ അപ്പ് ടു ഡേറ്റ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇന്നായിരിക്കും ഇടുന്നുണ്ടാവുക. ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് കഴിയുന്നതാണെങ്കിൽ ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ഞാൻ ടെലഗ്രാമിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസത്തെ എൻ്റെ ട്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഫ്യൂച്ചറിൽ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലെറ്റ്സ് സീ ഇൻ ദ ലൈവ് മാർക്കറ്റ്.